സെന്റൻസസിലും ആൻഡ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എപ്പോഴും ആൻഡ് എന്ന് പറയുന്ന വാക്ക് തലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരാണോ? എങ്കിൽ അതിന് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള കുറച്ച് നല്ല വൊക്കാബുലറീസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞു തരാവേ. ഫസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഫർദർ മോർ. ഫർദർ മോർ, ഇനിയും ഉണ്ട് എനിക്ക് പറയാൻ എന്നുള്ളതാണ് ഫർദർ മോർ. അല്ലെങ്കിൽ എന്റെ ഈ സെന്റൻസസിന്റെ അടുത്ത സെന്റൻസ് അതിന് തുടർക്കഥയാണ് ഫർദർ മോർ. രണ്ടാമത്തെ വാക്കാണ് അഡീഷണലി. ഇനിയും ഉണ്ട് അഡീഷണലി. ഓക്കെ, ഈസി അല്ലേ? ഇൻ അഡീഷൻ ടു ദാറ്റ്. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ. ബിസൈഡ്സ് ദാറ്റ്. ബിസൈഡ്സ് ദാറ്റ്. ഈ ബിസൈഡ്സ് ദാറ്റ് അല്ല, ബിസൈഡ്സ് ദാറ്റ്. എപ്പാർട്ട് ഫ്രം ദാറ്റ്. എപ്പാർട്ട് ഫ്രം ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ ഇനിയുമുണ്ട്. ഓക്കെ, കുറച്ച് വൊക്കാബുലറീസ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അഡീഷണലി എന്ന വാക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ല സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഇപ്പോൾ ടെൽ മീ അബൌട്ട് യുവർ ഹോബീസ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ലവ് ഈറ്റിംഗ് ആൻഡ് ഐ ലവ് കുക്കിംഗ്. ബേസിക് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി ആണ്. ആര് ചോദിച്ചാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവാം. പക്ഷേ IELTS എന്ന് പറയുന്ന ഇച്ചിരി ഹൈ എഫിഷ്യന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വൊക്കാബുലറിയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അഡീഷണലി അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ്. അപ്പോൾ ഐ ലവ് കുക്കിംഗ്, ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ ലവ് റീഡിങ് ബുക്സ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ് അല്ലേ? അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ